ഹലോ ചങ്ങായിമാരെ, അമീറാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ നമ്മളെ കസ്റ്റമർക്കുള്ള വണ്ടിയുടെ ലോഡ് വന്നിട്ടുണ്ട്. ആ ലോഡിൽ നിന്നും വണ്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂട്ടുകാരുമായിട്ട് ബാംഗ്ലൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ടികൾ, ഇതാണ് നമുക്ക് വന്നിട്ടുള്ള കണ്ടെയ്നർ. പിന്നെ നമ്മളെ വണ്ടികളൊക്കെയാണ് ഈ വന്ന് കിടക്കുന്ന സൈഡിൽ. ഇതൊക്കെ ഏകദേശം പ്രവാസി കസ്റ്റമർക്ക് ഉള്ള ആയിട്ടുള്ളതാണ്. ഒക്കെ ഈ ഗൾഫിൽ ഇരുന്നിട്ട് വീഡിയോ കണ്ടിട്ട് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളതാണ്. ഈ കണ്ടെയ്നർ മൊത്തം നമുക്ക് വന്നിട്ടുള്ള വണ്ടികളാണ്. നമ്മൾ ഓരോ വണ്ടികളായിട്ടാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരക്ക്, നമ്മൾ കുറച്ച് നേരം വഴുകി വന്ന കാരണം, അവർക്ക് കുറച്ച് തിരക്ക് കൂടുന്ന കാരണം കുറച്ച് വീഡിയോ മാത്രം നമ്മൾ എടുത്തിട്ട് മാറ്റിയിടാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് 2012 V നമ്മളൊരു ദുബായിലുള്ള ഒരു ഇക്കാക്ക് വേണ്ടിയിട്ട് എടുത്തുള്ളതാണ്. ഇത് നമ്മൾ ദുബായിലുള്ള നമ്മളെ ഇക്കാക്ക് വേണ്ടി എടുത്തുള്ളതാണ്. ആൾ ഇന്നാണ് നാട്ടിലെത്തിയിട്ടുള്ളത്. ആൾ വണ്ടി കാണാതെ നമുക്ക് ഫുൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്നത്. അവർക്ക് വണ്ടിയാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ നമ്മളോട് കസ്റ്റമർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് അവിടുന്ന് വണ്ടി എടുത്ത് വരുമ്പോൾ വണ്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ ഓരോ വീട്ടുകളിൽ നിന്ന് വണ്ടികൾ എടുക്കുമ്പോൾ വണ്ടി ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ബോഡി ക്വാളിറ്റി, ഇഞ്ചിനും എല്ലാം പക്കായിരിക്കും. ഇതൊക്കെ ഒറിജിനൽ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ സ്വന്തം വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റിങ്ങും മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് കസ്റ്റമർ കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കസ്റ്റമർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോൾ അറിയാത്ത കസ്റ്റമർ ചോദിക്കാറുണ്ട്, ഇത്രേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത്രേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ അവിടെ നമ്മൾ ഓരോ വീട്ടുകളിൽ നിന്ന് വണ്ടികൾ തിരഞ്ഞെടുക്കണ കാരണം ബോഡിയും കാര്യങ്ങളൊക്കെ എത്ര വൃത്തി ഉണ്ടാവുള്ളൂ. എല്ലാ വണ്ടിയും നമ്മൾ മിക്ക വണ്ടികളും 90% വണ്ടികളും നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് പെയിന്റ് അടിച്ചെങ്കിൽ തന്നെയാണ് കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ബോഡിയൊക്കെ ഏകദേശം ഈ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഒന്ന് നമ്മൾ പണ്ടൊക്കെ ഈ സൈക്കിൾ വാങ്ങിച്ച് അയച്ച് ഫിറ്റ് ചെയ്യണ പോലെ ബമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ച് ഫിറ്റ് ചെയ്തിട്ട് മൊത്തം ഒന്ന് ടച്ചും പോളിഷ് എല്ലാ വണ്ടിക്കും ചെയ്യാണ്ടാവും. അത് ചെയ്തെങ്കിലാണെങ്കിൽ വണ്ടി നമ്മൾ അടിച്ചാപ്പൊളി ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ മെയിനായിട്ട് അവിടെ ആയാലും ഇവിടെ ആയാലും മെയിനായിട്ട് നോക്കുന്നത് ഇഞ്ചൻ റൂമും ബോഡിക്ക് വല്ല അങ്ങനെയുള്ള മേജറായിട്ട് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഈ വണ്ടി വന്നിറങ്ങിയിട്ടുള്ളൂ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അപ്രോൺ ആയാലും സൈഡിലെ എല്ലാവിധ പീസും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം ഒറിജിനലാണ്. ഒന്നും മേജറായിട്ടുള്ള അടി പറ്റിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇന്റർകൂളർ എഞ്ചിനാണ്, 2012 V ആണ്. ഇതേ ഒരു കണ്ടീഷനിലാണ് നമ്മളിവിടെ വണ്ടി കസ്റ്റമറിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഇനി ഈ വണ്ടിമേൽ ഫുള്ളായിട്ട് നമ്മൾ പണി ചെയ്യാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയി വാഷ് ചെയ്തിട്ട് നേരെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മളേതായ രീതിയിലൊന്ന് കൈ ഓടിച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊരു ഏവറേജ് സീറ്റാണ് മിക്ക ആൾക്കാരും അവർ ഉപയോഗിക്കുള്ളൂ. നമ്മളെപ്പോലെ അവർ സീറ്റൊക്കെ അയച്ച് സ്പെഷ്യലായിട്ട് സ്റ്റിച്ചിങ് ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ അവിടെ നിന്നുള്ള സീറ്റ് കാരണം ഇതൊക്കെ മാറിയിട്ട് ഇതിൻ്റെ ഒരു പുതിയൊരു വീഡിയോ നമുക്ക് ഇപ്പം തന്നെ അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ടച്ചും പോളിഷ് അതുപോലെ ബമ്പർ മാറിയിട്ട് Type 4 ആക്കിയിട്ട് നമ്മൾ നല്ല അടിച്ചാപ്പൊളി ആക്കിയിട്ട് വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചങ്ങായിമാരെ, നമ്മൾ സാധാരണ UP വണ്ടി ബാംഗ്ലൂർ എത്തിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ സ്ഥിരമായിട്ട് നമ്മൾ വാഷ് ചെയ്യിക്കാനുള്ള സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ ഞാൻ വീഡിയോ എടുത്ത വണ്ടി വാഷ് ചെയ്ത് നമ്മൾ ഹോട്ടലിലൊക്കെ ഇവിടെ സ്ഥിരം നമ്മൾ ചെയ്യുന്ന സ്ഥിരം പരിപാടികളുണ്ട്. വന്ന് റൂം എടുത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് വണ്ടി ഇവിടെ എടുത്ത് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഓൺ റോഡ് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എല്ലാ ഓയിലും വെള്ളമൊക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടി വാഷ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നേരത്തെ ഞാനിപ്പം ഫസ്റ്റ് ഇറങ്ങുമ്പോഴുള്ള വീഡിയോയും വണ്ടി വാഷ് ചെയ്തിട്ടുള്ള വീഡിയോ കാണുന്നത്. മേജറായിട്ട് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും പെയിൻറ്റിങ് ടച്ചിങ് നിർബന്ധമാണ് നമ്മൾ ഏത് വണ്ടി എടുത്താലും. അതല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യം കൊണ്ടും നമ്മളെ വണ്ടി അടിപൊളിയാണ്. അപ്പോൾ ഈ വണ്ടി ഇനി നമ്മൾ ഓൺ ദ റോഡ് നമ്മൾ കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. നാട്ടിലെത്തിയിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്വന്തം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പെയിൻറ്റിങ്ങും മറ്റുള്ള വർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്വന്തം ചങ്ങായിക്കാർക്ക് ഡെലിവറി ചെയ്യുന്നതാണ്.